സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആൻഡ് വെൻ ജീസസ് കെയിം ടു ദ പ്ലേസ്, ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ഹിം ആൻഡ് സെഡ് ടു ഹിം, Zacchaeus, make haste and come down, for today I must stay at your house. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സക്കായിയുടെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായിരുന്നു. ചുങ്കം പിരിവുകാർ റോമ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെന്ന നിലയിലും അന്യായമായ നികുതി പിരിവിലൂടെ ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നവരെന്ന നിലയിലും യഹൂദന്മാരുടെ കണ്ണിലെ കരടുകളായിരുന്നു. ചുങ്കക്കാരെ പൊതുവെ ജനങ്ങൾ വെറുപ്പോടെയാണ് കണ്ടിരുന്നത്. യേശു തന്റെ സ്ഥലത്തൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ സക്കായിക്ക് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായി. താൻ വളർച്ചയിൽ കുറിയവനായിരുന്നതിനാൽ പുരുഷാരത്തിന്റെ ഇടയിൽ സക്കായി നിന്നാൽ തനിക്ക് യേശുവിനെ കാണുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയോടെ അവൻ മുൻപോട്ട് ഓടി യേശു വരുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. യേശുവിനെ കാണുവാനുള്ള സക്കായിയുടെ തീഷ്ണത ശ്രദ്ധിക്കൂ. താൻ ചുങ്കക്കാരുടെ പ്രധാനിയായിരുന്നിട്ടും വളരെ ധനികനായിരുന്നിട്ടും കാട്ടത്തിമേൽ കയറുന്നത് ഒരുപക്ഷെ തന്റെ അന്തസ്സിന് ക്ഷതം സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാതെ യേശുവിനെ കാണുവാനുള്ള ആ വ്യഗ്രത കർത്താവ് ദൂരത്ത് നിന്ന് തന്നെ അറിഞ്ഞു. അവനെ പേര് വിളിച്ച് താഴേക്കിറങ്ങുവാൻ ആവശ്യപ്പെടുന്നു. സർവജ്ഞാനിയായ യേശു കർത്താവിന് തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരാരാണെന്നും അവൻ എവിടെയാണെന്നും അവന്റെ പേരെന്താണെന്നും അറിയാം. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സക്കായി ബെത്തപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. ഇന്ന് പലർക്കും യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. യേശുവിന്റെ ഉപദേശങ്ങൾ ഏറ്റവും നല്ലത് എന്ന് പറയുകയും ചെയ്യും. എന്നാൽ തങ്ങളുടെ ഉന്നതിയിൽ നിന്ന് താഴേക്കിറങ്ങി യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ പോകുന്നു. യേശുവിനെ ക്ഷണിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് യേശു വരും. പാപിയായ ഒരു മനുഷ്യനോടൊപ്പം വീട്ടിൽ പാർക്കാൻ പോയി എന്ന് പലരും പരിഹസിച്ചപ്പോഴും സന്തോഷത്തോടെ സ്വീകരിച്ച സക്കായിയുടെ വീട്ടിൽ കർത്താവ് പോകുവാൻ മടിച്ചില്ല. ക്രിസ്തു ആരുടെയും വീട്ടിൽ ബലപ്രയോഗത്തിലൂടെ കയറി ആ മനുഷ്യന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവിടെ ഇരിക്കുകയില്ല. അതൊരു അതിഥിയുടെ പ്രവൃത്തിയല്ല, മറിച്ച് സ്വാഗതാർഹമല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരൻ്റെ പ്രവൃത്തിയായിരിക്കുമെന്ന് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. തന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന യേശു കർത്താവിൻ്റെ മുമ്പിൽ സക്കായി തൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ ഓരോന്നായി ഏറ്റുപറയുന്നു. കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വക കാര്യങ്ങളൊന്നും തന്നെ യേശു സക്കായിയോട് ചോദിച്ചില്ല. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരും തങ്ങളുടെ ഉള്ള അവസ്ഥ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി സക്കായിയോട് പറഞ്ഞത് തന്നെയായിരിക്കും. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആർക്കെങ്കിലും യേശുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സക്കായിയെ പോലെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും തെറ്റുകളും പാവങ്ങളും യേശുവിനോട് തുറന്നു പറയാം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാനായി സമർപ്പിക്കാം. God bless you all with these words. തേടി അലഞ്ഞിടുമ്പോൾ നീ എന്നരികിൽ ഓടിയെത്തി, പിന്നാലെ വരുവാൻ അരുളി ചെയ്തു. ഒരു നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ, അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ.